കാസർഗോഡ് എംബസി പ്രിസൈസിൽ എന്താ ഫോക്കസ് ചെയ്യുന്നത്? നീ അല്ല മ്യൂസിക് കൾച്ചർ പറയേ. നടുവിലിരുത്തി എന്തിനാ അറിയോ? ഗോവിന്ദ് ഭായ് പറയും. അതായത് എന്താ പറയണേ, ഇതേപോലെ പറഞ്ഞ പോലെ പാസ്പോർട്ട് പരമായിട്ടാണ് കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞാലും കള്ള പാസ്പോർട്ട്, അതാണ് മെയിൻ കാര്യം. അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്കില്ല. നോ, കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്നതാണ്. മെയിൻ കള്ളനാണ് തായിരിക്കുന്നത്. എങ്ങനെയായിരുന്നു കാസർഗോഡ് സ്ലാങ് മാസ്റ്റർ ചെയ്യുന്നൊരു? നമ്മുടെ ഒരു മറ്റേ ഡയറക്ടറിന്റെ തന്നെ ഫ്രണ്ടായിട്ട് ശ്രീജിത്ത് എന്നുള്ള പുള്ളിയുടെ സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡയറക്ടറും. ശ്രീജിത്ത് ഓരോ സീനിന് മുമ്പായിട്ടും അതൊരു നമ്മുടെ മലയാളം എഴുതുന്നതിനൊപ്പം തന്നെ കാസർഗോഡ് സ്ലാങ് അറിയാത്തവർക്ക് കാസർഗോഡ് സ്ലാങ്ങിന്റെ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തൂട്ട എന്നുള്ള സാധനം പോലെ തന്നെ എനിക്ക് വേഗം വായിക്ക് പകരം വേഗം ബാ അങ്ങനെ സാധനം പുള്ളി എഴുതി വെച്ചിട്ട് ചേട്ടാ നമ്മളെ കൊണ്ടത് വായിപ്പിച്ചിട്ട് പിന്നെ പുള്ളി ഇത് പറഞ്ഞു തരും. അങ്ങനെ അത് കാണാപ്പടം പഠിക്കുക, പിന്നെ നമുക്ക് അതിന്റെ ഇമോഷൻ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഡബ് വന്നപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ അത് കുറച്ച് വേറൊരു ഭാഷ പഠിക്കുന്ന പോലെ തന്നെ അഭിനയിച്ച സമയത്ത് എന്തുകൂട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഡബിങ്ങിൽ മാറ്റിയതാ ഇത് താങ്ങിയത് അതൊക്കെ പറഞ്ഞു അഭിനയിച്ച സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഡബിലാണ് പഠിച്ചിട്ടുള്ളത്. അല്ല, ഷൂട്ടിന്റെ സമയത്ത് റോണിച്ചേട്ടന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ എങ്ങനെ ചിരിപ്പിക്കാം, ആളുകളെ കംഫർട്ട് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ. മറ്റേത് കിട്ടാത്തോണ്ട് അങ്ങനെ അങ്ങനെയല്ല. നമ്മുടെ മാർക്കോലെ കബീർജി ഉണ്ടല്ലോ, കബീർ സിംഗ്. അപ്പൊ ഇദ്ദേഹം നമ്മുടെ ഒക്കെ ഒരു ഷൂട്ടിന്റെ എൻഡ് പൊസിഷനാണ് മൂപ്പര് വരണം. അപ്പൊ ഞാൻ പുള്ളിയോടൊപ്പം പടം ചെയ്തിട്ടില്ല. ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് ഈ ഷോട്ടിൽ നമ്മള് ഇപ്പൊ ജയതിച്ചേട്ടൻ നമ്മൾ പറയാത്ത സാധനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ നമ്മള് ഷോട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം ആദ്യത്തെ ഷോട്ടിൽ ഇട്ടില്ല. റിഹേഴ്സൽ ഇട്ടില്ല. കബീർജി ഇട്ടില്ല. അപ്പൊ അത് ടേക്കിൽ ഇട്ടു. ഇട്ട സാധനം ഒരു പൊടിക്ക് കൂടിപ്പോയി. ഞങ്ങക്ക് തോന്നി, പക്ഷെ അദ്ദേഹത്തിന് തോന്നിയില്ല. അപ്പൊ എന്ത് പറ്റിച്ചു കഴിഞ്ഞാല് ഇതിനിടയിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യണത് ഞങ്ങളുടെ മേക്കപ്പിലെ തന്നെ ഒരു പുള്ളിയായിരുന്നു. മൂപ്പര് ആ ഒരൊറ്റ സീനിലേ ഉള്ളൂ. അപ്പോ മൂപ്പര് ഇവനെ നോക്കിയിട്ട് കളിയാക്കുന്ന സാധനമാണ്. അപ്പൊ എന്താ വെച്ചാല് മൂപ്പര് ഓൾറെഡി വളരെ വീക്കായിട്ടുള്ള ഒരാളാ. ഇവനെ നോക്കി കളിയെ കൂടി ചെയ്തപ്പോ എനിക്ക് സത്യം പറഞ്ഞ് ഇവന്റെ റിയാക്ഷൻ കണ്ടിട്ട് എനിക്ക് സീനിൽ നിൽക്കുക, പക്ഷെ എന്റെ ബാക്കാ. അപ്പൊ എനിക്കിത് മൂപ്പര് കളിയെക്കൊണ്ട് കണ്ടപ്പോ എനിക്ക് ചിരി വന്നു. ചിരി വെച്ചാൽ എന്നെ കാണില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരി പുറത്തു വരാൻ തുടങ്ങി. അപ്പൊ ഇവൻ ചിരിക്കാൻ തുടങ്ങി, ഗോവിന്ദ്. അപ്പൊ എന്നിട്ട് ഇവൻ എന്നെ നോക്കിയിട്ട് ഇവൻ ഇങ്ങനെ ചിരിക്കുക. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഭാഗ്യത്തിന് ഇവന് കാര്യമായിട്ട് ഹിന്ദിയിൽ പ്രാവീണ്യമില്ല ഗോവിന്ദിന്. അപ്പൊ കബീർജിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചാണ്. എന്നോട് ചോദിച്ചു ക്യോ അസ്രയോ ആപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പത്താ നഹീ ये तो इस तरफ की छोटी छोटी बातें के लिए हंस रहा है, मेरे को पता नहीं. what is the need for you to laugh? I don't know. അപ്പൊ ഗോവിന്ദ് ചേട്ടൻ പറയട്ടെ, ചേട്ടൻ ചിരിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത്, എന്താ പറയാത്ത? ഞാൻ പറഞ്ഞു കോയി പ്രോബ്ലം നെയ് ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഇവനത് പറയണമെന്നുണ്ട്, ഞാനാണ് ചിരിപ്പിച്ചെന്നുള്ളത്. പക്ഷെ അത് പറയാനുള്ള പ്രാവീണ്യം ഇവനില്ലാത്തതുകൊണ്ട് ഞാൻ ഭാഗ്യത്തിന്റെ ജീവനോടുകൂടി ഉണ്ടെന്ന്. അബു സലീം എങ്ങനെ ഉണ്ടായിരുന്നു കബീറായിട്ടുള്ള ഇന്ററാക്ഷൻ? കൂട്ടത്തിൽ ഹിന്ദി കുറെ കൂടി അറിയണത് ചിലപ്പോ അബുവിനായിരിക്കും. അതെ, പക്ഷെ പറയാറില്ല. നമ്മൾ മൂന്നുപേരും ഒന്നിച്ചുണ്ടായിരുന്നു. അതല്ലാത്ത വേറെ സീൻസ് ഇല്ല. ഇവന്റെ ഉണ്ടായിരുന്നു, എന്റെ പറഞ്ഞാൽ ഒന്നിച്ചുണ്ടായിരുന്നു. നമ്മുടെ സീനിന്റെ കാര്യം പറയണം. നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള സീനിന്റെ കാര്യം പറയും. അതന്നെ ഞാന് ഗോവിന്ദ നമ്മൾ എങ്ങനെ മാറിയിരുന്നാലും കറങ്ങി തിരിഞ്ഞ് റോണി അവനെ അടുത്തന്നെ പിടിച്ചിരുത്തി. ഭയങ്കര സിംഗല്ലേ? സിങ്ക് വെച്ച പേടിപ്പിച്ചിരിക്കുക, അതാണ് സിങ്ക്. ഗോവിന്ദ് ഭായിയുടെയും റോണി ചേട്ടന്റെയും കാസർഗോഡ് സ്ലാങ്ങിന് അബു സലീം എത്ര മാർക്ക് ഇടും 10-ൽ? അല്ല, ഇവര് സ്ക്രിപ്റ്റില് ഇപ്പൊ ഫസ്റ്റ് ആദ്യമായിട്ടുള്ള സ്ക്രിപ്റ്റില് കൊച്ചിക്ക് വരുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റിൽ അല്ല മിഡില് വരെ ലൈക്ക് പ്രോപ്പർ കാസർഗോഡാ സ്ക്രിപ്റ്റില് എഴുതിയിട്ടുള്ള. അപ്പോ അതില് എല്ലാം പിടിച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ള, അല്ലാത്ത അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നും പോയിട്ടില്ല. മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും. ഇദ്ദേഹത്തിന് എത്ര മാർക്ക് കൊടുക്കും കാസർഗോഡ് സ്ലാങ് പറഞ്ഞതിൽ 10-ൽ? എടുത്ത എഫേർട്ടില് 10 തന്നെ കൊടുക്കണം. ഓ അതടുത്തിരിക്കണോണ്ട് ഗോവിന്ദിന് കുറച്ച് കൊടുക്കണം. ഗോവിന്ദ് ഇത് അത്ര എഫേർട്ട് ഒന്നും എടുക്കില്ല, വലുതായിട്ടൊന്നും. എല്ലാം ഡബില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെന്റാലിറ്റിയാ. ഗോവിന്ദ് എങ്ങനെയുണ്ട്
കുറെ കാലത്തിന് ശേഷം ഒരു ഷൂട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. ഗോവിന്ദനോട് ആളുകൾ, കടയിൽ വരുന്ന കുറെ ആളുകൾ ചോദിക്കേണ്ടായിരിക്കും എന്നാ ഇനി അടുത്ത വർക്ക് എപ്പോഴാന്നൊക്കെ ചോദിക്കേണ്ടായിരിക്കും. അവർക്കൊരു മറുപടി ആയിരിക്കുമോ കാസർഗോഡ് എംബസി? തീർച്ചയായും. ആ. അപ്പൊ എന്താ ഇത്രയും കാലം ചെയ്യാത്തെന്ന് വെച്ചാല് നമുക്കൊരു എന്താ പറയണേ, നമുക്കൊരു സേഫ് സോൺ വേണ്ട ക്യാരക്ടർ വന്നാലേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം ഇത്രയും ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഒരിക്കലും പേര് കളയരുത്. അപ്പൊ അതിനുവേണ്ടി നമ്മള് നല്ല ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നല്ല ക്യാരക്ടർ വന്നു, ഇത് ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ സീരീസ്, ആദ്യത്തേത് അങ്ങനെ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പോലെ ഷൂട്ട് ചെയ്ത് സീരീസ് ആക്കി ഇറക്കിയെന്നാണ് എന്റെ അറിവ്. അല്ല, സീരീസ് series ആയിട്ട് തന്നെയാണ്. സ്ട്രീമിലായിരുന്നു ആദ്യം സ്ട്രീം ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. ഒരു 11 എപ്പിസോഡ്സോളം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 എപ്പിസോഡ്സേ ഉള്ളൂ ഇതില് യൂട്യൂബില്. അത് പിന്നെ പ്രൊഡക്ഷൻ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇതിലൊരു നോൺ നോൺസെൻസ് പോലീസ് ഓഫീസർ ആണോ? അതായത് വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനത്തെ പോലീസ് അങ്ങനെ അൻപുചെൽവം IPS ഒക്കെ ഇല്ലേ? അല്ലല്ല, അത് വെട്ടൊന്നും മുറിണ്ട് ഇല്ല, തോക്കൊണ്ടാണ് പരിപാടി മൊത്തം. ഓ, ശുദ്ധാദ്യം മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. വിവേക് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ പറയുന്ന പോലെ കാസർഗോഡ് സ്ലാങ് ഒന്നുമില്ല. പുറത്തുനിന്ന് വന്ന ഈ NIA ഒക്കെ പോലെയുള്ളൊരു ഏജൻസിന്ന് വരുന്നൊരു ഓഫീസറായിട്ടാണ്. പിന്നെ ഈ കാസർഗോഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഡീപ്പർ സൈഡില് ഇപ്പം നമ്മൾ ദുബായിലൊക്കെ ചില ആൾക്കാർ, ഈ ഞാൻ പോയ സമയത്ത് പറയുന്നുണ്ട് കാസർഗോഡ് പാസ്പോർട്ട് പരിപാടികൾ, അങ്ങനെ പാസ്പോർട്ട് ഫോർജറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കാസർഗോഡിന്റെ ഉള്ളില് കുറെ കളികള്. പിന്നെ നമ്മള് ചില വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്ത വീടിന്റെ അല്ലാതെ വേറൊരു വീടിന്റെ അടുത്തുള്ള അവരെ ചെറിയ വീടാണ്, പക്ഷെ അവരെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ബിസിനസ്സുകളാണ്. അത്രയും ഫണ്ട് ഫ്ലോ ഒക്കെ ഉള്ള ഒരുപാട്, അങ്ങനെ കുറെ ഡീപ്പർ സൈഡിൽ കുറെ കാര്യങ്ങളും കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കാസർഗോഡ്. അല്ലാത്ത നല്ലൊരുപാട് ഏരിയ ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഈ കാസർഗോഡ്. അങ്ങനെയും പറയാം. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ശാന്തമായിട്ട് നിൽക്കുന്ന പോലെ അല്ല ഉള്ളിൽ ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ബന്ധപ്പെട്ടുള്ളൊരു. ഇത്രയും പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണോ എല്ലാ സിനിമകളിലും വേഷങ്ങൾ ചെയ്യാൻ? വെബ് സീരീസ് ആയിട്ട് അത്ര ആവശ്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, സുധീഷേട്ടാ ആദ്യത്തെ സീരീസ് അല്ലേ? വെബ് സീരീസിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു സമയത്ത് നമ്മള് ഒരു പ്രൈവറ്റ് കോൺവെർസേഷനിൽ കുറെ സീരീസുകളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് അഡോളസൻസിനെ പറ്റിയിട്ടൊക്കെ അന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഒരു സീരീസിൽ അഭിനയിക്കുന്നതിന്റെ പ്രതീക്ഷകൾ എത്രമാത്രം ഉണ്ട് ഇതിന്റെ ഔട്ട് കാണുമ്പോ? അല്ല, സീരിയസിൽ അഭിനയിക്കുക എന്നുള്ളതല്ല, നല്ല കഥാപാത്രങ്ങൾ നല്ല സീരിയസിൽ ചെയ്യാന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ സീരീസ് പറഞ്ഞ ഹോളിവുഡ് അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഗെയിം ഓഫ് ത്രോൺസ് ആണ് നമ്മൾ. അതെ, അതിനെപ്പറ്റി അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൊന്നുമില്ല. നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ മലയാളത്തിൽ ചെയ്യുമ്പോൾ, അതിൻ്റെ ലിമിറ്റേഷൻസ്, ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിന്റെ സ്ലാങ് ആണ്, കാസർഗോഡ് സ്ലാങ് എന്നുള്ളതാണ്. കാരണം എനിക്ക് ഈ ഡിഫറെന്റ് സ്ലാങ്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു കോഴിക്കോട്ടുകാരനാണെങ്കിലും ആ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള സ്ലാങ് ഉള്ള സിനിമകൾ ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. അപൂർവം. അതത്ര എന്താ പറയുക, അങ്ങനെ അങ്ങോട്ട് അറിയില്ല ആൾക്കാർ. മാത്രമല്ല ഞാൻ പലരും വിചാരം ഞാൻ കോഴിക്കോടല്ല വേറെ സ്ഥലത്താണ് താമസിക്കുന്നതാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, പലരും ട്രിവാൻഡ്രത്താണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലാങ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് അയച്ചു തന്നു, സീൻ അയച്ചു തന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് എങ്ങനെ പറയാമെന്ന ഒരു ഐഡിയ ഇല്ലല്ലോ. കാസർഗോഡ് സ്ലാങ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് വായി തോന്നി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി റെഫർ ചെയ്ത് ചില 1-2 സിനിമകളുണ്ട്, നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള 1-2 സിനിമകളൊക്കെ റെഫർ ചെയ്തു. അപ്പോൾ അത് നോക്കി. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ പഠിച്ച് വെച്ച്. കാരണം എന്താ, കുറച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ പോയിട്ട് നമ്മൾ ഇമോഷൻ നമ്മൾ കൺവേ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ബൈഹാർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻ കൂടാൻ കൊടുക്കാം. മറ്റേ നമ്മൾ സ്ലാങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്നത് പുള്ളി കാസർഗോഡുകാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സിനിമയിൽ കണ്ടത് അങ്ങനെയല്ല, വ്യത്യാസമുണ്ട് കുറേ കാര്യങ്ങൾ. ഒറിജിനൽ വരുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. പിന്നെ ഓരോ കഥാപാത്രങ്ങൾ, കാസർഗോഡ് തന്നെയുള്ള പല കഥാപാത്രങ്ങളും പറയുന്ന രീതികളിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ടാണ് പിന്നെ അത് പഠിച്ചിട്ട് ചെയ്യുന്നത്. അതൊക്കെ ഒരു രസമായിരുന്നു.